അവസരങ്ങൾ വരും പോകും. എന്നാൽ വരുന്ന അവസരങ്ങൾ എങ്ങനെ വിനിയോഗിക്കണം എന്നതിലാണ് ശ്രദ്ധ നൽകേണ്ടത്. വെൽക്കം ടു ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം, പവേർഡ് ബൈ മെറ്റാഫിക്സ് എഡ്യൂകണക്ട്, മെഡിട്രീന ഹോസ്പിറ്റൽ ആൻഡ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ, പാല. സ്വാഗതം ചെയ്യാം അവർ ജൂറി ശ്രീ ജോ ആന്റണി. നമസ്കാരം സർ. നമസ്കാരം. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് അശ്വമേധത്തിന്റെ ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. ഇതിഹാസത്തിൽ ഗുരുവായി ദ്രോണരെ കണ്ട് സ്വയം ശിഷ്യപ്പെട്ട ഏകലവ്യൻ്റെ കഥയുണ്ട്. ഹിരണ്യധനുസിൻ്റെ മകനായ ഏകലവ്യൻ എന്ന നിഷാദ രാജകുമാരൻ മനസ്സിൽ ദ്രോണരെ ഗുരുവായി വരിച്ചു. അസ്ത്രാഭ്യാസം സങ്കല്പ ഗുരു സന്നിധിയിൽ തുടങ്ങി വിശ്വവിഖ്യാതനായ അസ്ത്രവിദഗ്ധനായി മാറിയ ഇതിഹാസ കഥ. ആരാധനയ്ക്ക് അതിരുകളില്ലാത്ത ആത്മസമർപ്പണത്തിൻ്റെ അർത്ഥം കൂടിയുണ്ട്. ഈ വൈജ്ഞാനിക സഞ്ചാരത്തിലേക്ക് പതിവ് പോലെ സ്വാഗതം. ആദി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അശ്വമേധം, പ്രസൻറ്റഡ് ബൈ മെറ്റാഫേസ് എഡ്യൂകണക്ട്, ബ്രില്യൻറ്റ് ആൻഡ് മെഡിട്രീന. ആരാധനയെക്കുറിച്ച് തുടങ്ങാൻ കാരണം ഈ ദിവസം ഈ വേദിയിലേക്ക് എത്തുന്ന അതിഥി തൻ്റെ ജീവിതത്തിലെ ടോട്ടൽ ആൻഡ് കണ്ടിന്യൂവസ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെൻ്റ് ഉള്ള ആരാധന വഴി, പൂർണ്ണവും സമർപ്പിതവും നിരന്തരവുമായ ആരാധന വഴി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനും പ്രിയങ്കരനുമായ ഒരാളാണ്. 600-ൽ പരം കിലോമീറ്ററുകൾ കാൽനടയായി തൻ്റെ ആരാധനാമൂർത്തിയെ കാണാൻ നടന്നു ചെന്ന ഒരു മനുഷ്യൻ, കലാകാരൻ, അഭിനേതാവ്, മോട്ടിവേഷൻ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മോട്ടിവേഷന്, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതിന് ദീപം കൊളുത്തുന്ന വ്യക്തി. പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിൽ നിന്നെത്തുന്ന ആ വ്യക്തി ശ്രീ ഉണ്ണിക്കണ്ണൻ ഈ ദിവസം അശ്വമേധത്തിലേക്ക് എത്തുന്നു. സാമൂഹ്യ മാധ്യമ പ്രേക്ഷകർക്ക് പരിചിതനും പ്രിയങ്കരനുമായ ഉണ്ണിക്കണ്ണന് അശ്വമേധത്തിൻ്റെ അരങ്ങിലേക്ക് സ്വാഗതം. മംഗലം ഡാം, പാലക്കാട്. അതെ. ഉണ്ണിക്കണ്ണൻ, വീട്ടിലാരൊക്കെ ഉണ്ട് ഉണ്ണിക്കണ്ണൻ? വീട്ടിൽ അച്ഛനും അമ്മ, 2 അനിയത്തിമാര്. സിനിമയിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്നുണ്ട്. അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര സിനിമയിൽ അഭിനയിച്ചു? ഇപ്പോൾ ഒരു 19-20 പടം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പുതിയ പടം ലുക്മാൻ്റെ പടത്തിൽ ഇപ്പോൾ ഒരു വലിയൊരു പടം ചെയ്തു. പിന്നെ 30-ാം തീയതി പുതിയ പടം, 29, 30, 27 പുതിയ പടം ചെയ്യാൻ പോകണം. അശ്വമേധത്തിലേക്ക് എത്തിയതിൽ ഞങ്ങളുടെ സ്നേഹവും സന്തോഷവും. എന്തായാലും സാറിൻ്റെ ഒപ്പം ഇരിക്കാൻ പറ്റിയതും ഇവിടെ വരാൻ പറ്റിയതും ഞാൻ ഒരുപാട് സന്തോഷം. ഇപ്പം ഞാൻ പറഞ്ഞ ഡയലോഗ് തന്നെ, ഞാൻ ആരാണ് ഏട്ടാ ഞാൻ ചോദിക്കണം. അപ്പം ഞാൻ ആരാണ് സാറേ എന്ന് ആ ചോദിക്കുന്ന ഡയലോഗ് ഞാൻ പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുക. ഏതോ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ല എങ്കിൽ നിങ്ങൾ എന്നോടല്ലേ, അങ്ങനെ ഏതോ ഒരു ഡയലോഗ്. അതെ. 600 കിലോമീറ്ററാണ് നടന്നു പോയത്. അതെ സാർ. എന്നിട്ട് കണ്ടോ വിജയെ? കണ്ടു. എന്ത് പറഞ്ഞു അദ്ദേഹം? എന്തിനെങ്ങനെ ചെയ്ത് എങ്ങനെയും പല വിധത്തിലും ശ്രമിച്ച് എന്നെ കാണാൻ പറ്റില്ല, ഞാൻ സാധാരണക്കാരനല്ലേ പറഞ്ഞു. ഇലക്ഷന് വന്നപ്പോൾ ജൂലൈ 3 കേരളത്തിൽ വന്നപ്പോൾ, മാനാടിന് വന്നപ്പോൾ കണ്ണ് കലങ്ങി നെഞ്ച് പൊട്ടിയിട്ടിരുന്ന ഒരു പച്ചയായ ഒരു മനുഷ്യനെയാണ് ഞാൻ കണ്ടത്. വിജയ് സാറിനെ കണ്ടില്ല, നമ്മുടെ വിനീതേട്ടനെയൊക്കെ പോലെ, വിനീത് ശ്രീനിവാസനെയൊക്കെ പോലെ, വിനീതേട്ടനെയൊക്കെ പോലെ ഉള്ളു തുറന്ന് ഒരു പച്ചയായ നിഷ്കളങ്കനായ ആളിനെ ഞാൻ കണ്ടത്. ഒരു ജാടയില്ല, അഹങ്കാരമില്ല. സിനിമയിലും ജീവിതത്തിലും രാഷ്ട്രീയത്തിലും ഒക്കെ ഒരേപോലെയാണ് വിജയൻ. പച്ച ഒരു മനുഷ്യനെ ഞാൻ കണ്ടു, വിജയണ്ണനെ കണ്ടില്ല. അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് എന്താകുന്നറിയില്ല. എല്ലാവരും വിചാരിക്കുന്നു സാറേ ഞാൻ വൈറലാകാൻ വേണ്ടി ചെയ്തതാണെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ കമൻറ്റ്, ഉണ്ണിക്കണ്ണൻ വൈറലാകാൻ വേണ്ടി ചെയ്തില്ല. ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ തലയിൽ എഴുതി വെച്ച നിയോഗങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും വൈറലാകണം പറഞ്ഞ് ഇറങ്ങിത്തിരിച്ചാലോ രക്ഷപ്പെടണം പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല. ദൈവം എഴുതി വെച്ച നിയോഗം മാത്രം നടക്കുള്ളൂ സാറേ. ഈ നിങ്ങളുടെ വ്ളോഗ് വിജയെ കണ്ടതിന് ശേഷമുള്ള നിങ്ങളുടെ ഈ സാമൂഹ്യ മാധ്യമ പോഡ്കാസ്റ്റുകൾ, അത് അദ്ദേഹം ശ്രദ്ധിച്ചതായി വല്ലതും അറിയാമോ? ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് സാറെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് തിരുവനന്തപുരത്ത് നിന്ന് രമേശ് അണ്ണനും ഒരു കിരൺ അണ്ണനും കൂടെയാണ് എന്നെ അങ്ങനെ വിളിച്ച് അവരുടെ ഓഫീസിലേക്ക് അറിയിച്ച് വിജയണ്ണനൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായി. എത്ര ദിവസം എടുത്തു നടന്നെത്താൻ? 34-ാമത്തെ ദിവസമാണ് വിജയണ്ണൻ എന്നെ അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വിളിപ്പിച്ച്. എന്ന് നടന്നു തുടങ്ങിയത്? ജനുവരി 1-ന്. അയ്യോ, ഫെബ്രുവരി 3-ന് എത്തി. അതെ. വാഹനത്തിൽ കയറിയില്ല? കയറിയില്ല.
രാത്രി താമസമൊക്കെ എവിടെയായിരുന്നു? സത്യം പറയുകയാണെങ്കിൽ ഈ ലോകത്ത് വേൾഡിൽ ആർക്കും കിട്ടാത്ത പോലെ ഉണ്ണിക്കണ്ണൻ ഇന്നിപ്പോൾ ഈ നിൽക്കുന്ന ഈ എനർജിയിൽ ഇരിക്കുന്ന കേരളവും തമിഴ്നാടും അവർ പണിയെടുത്ത വേരത്ത് ഉണ്ടാക്കിയ പൈസയിലാണ്. എനിക്ക് പരസ്യം സിനിമയൊക്കെ ചെയ്ത് കുറച്ച് പൈസയും കൊണ്ട് പോയത്. കുറച്ച് പൈസ മാത്രമേ എനിക്ക് ചിലവുള്ളൂ. പിന്നൊക്കെ മലയാളിയും തമിഴ്നാട്ടുകാരും നമ്മളൊരു അനിയനെ പോലെ എന്നെ ചേർത്ത് പിടിച്ച ഒരു മോനെ പോലെ ഏട്ടനെ പോലെ എല്ലാവരും ഭക്ഷണം വാങ്ങി തന്ന റൂമും കാര്യങ്ങളൊക്കെ എടുത്തു തന്ന കുറച്ച് 1-2 പ്രാവശ്യം മാത്രം റൂം എടുത്തുള്ളൂ. അതിൽ മുതലെടുക്കാനും കുറച്ച് ആൾക്കാർ വന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ള സാറേ, നമ്മൾ വൈറലായി രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. മുതലെടുക്കാനും നമ്മളെ ചവിട്ടിത്താത്താനും ഇരുട്ടത്ത് നമ്മുടെ കൂടെ ആരും ഉണ്ടായില്ല. വെളിച്ചത്തിൽ നമ്മുടെ കൂടെ പല ആളുകളും ഉണ്ടാവും. അത് സൂക്ഷിച്ച് ചോർന്നൊലിക്കണം ഓലപ്പേരൻ്റെ താഴെ കണ്ണ് കലങ്ങി ചുമരും ചാരി ഇരിക്കാനുള്ളതല്ല ജീവിതം സാറേ. അവിടെ ഭക്ഷണം കഴിക്കുമ്പോൾ ഉപ്പിലിട്ട മാങ്ങയായിരിക്കുക, മുളക് പൊടി ചാലിച്ചായിരിക്കുക. താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കണം എന്ന് ആലോചിക്കണം സാറേ. എന്നാലാണ് ഈ ലോകത്ത് ബലൂണ് പൊട്ടും പോലെയാണ് നമ്മുടെ ആത്മാവ്. എപ്പോൾ വേണമെങ്കിലും ഇതാവാം. അപ്പോൾ നമ്മുടെ എന്തൊക്കെ ഈ ലോകത്ത് ആഗ്രഹമുണ്ട്, ആഗ്രഹമൊക്കെ നേടിയിട്ട് വേണം ഇവിടെ നിയമം മരിച്ചു പോകുമ്പോൾ. അതാണ് ഞാൻ ആലോചിച്ചത്. താങ്കൾ പറഞ്ഞു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചതേ, ചില വാക്കുകൾ പോലും കാലത്തിൻ്റെ വ്യത്യാസത്തിൽ 2 അർത്ഥങ്ങളിലാവും അല്ലേ? ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഡോക്ടർമാർ പറയും വൈറലാണ്, രക്ഷപ്പെടാൻ സാധ്യതയില്ല, ഏതെങ്കിലും രോഗം വരുമ്പോഴേ അത് വൈറലാണ് എന്ന് പറയും. പക്ഷെ ഇന്നാണെങ്കിൽ വൈറലായാൽ രക്ഷപ്പെട്ടു എന്നാണ്. അന്ന് വൈറൽ എന്ന് പറഞ്ഞാൽ ഒരു രോഗം, വൈറൽ ഇൻഫെക്ഷൻ എന്നാണ് പറയുന്നത്, വൈറസ് വന്നു എന്നാണ്. പക്ഷെ ഇന്ന് വൈറലാവുക എന്നാൽ അയാൾ രക്ഷപ്പെട്ടു എന്നാണ് അർത്ഥം. പക്ഷേ ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോൾ ഏകദേശം 2,20,000 ഫോളോവർ. അതും സൂക്ഷിക്കണം സാറേ. നമുക്ക് നമ്മളെ എന്താണ് താത്തി കെട്ടാനും മോശമാക്കാനും പല ആൾക്കാർ, നമ്മൾ ആരെന്ത് പറഞ്ഞാലും തളരാതെ. ഇന്നിപ്പോൾ നമ്മൾ ഇരിക്കുന്ന ജീവിതത്തിൽ ഞാൻ പറഞ്ഞ പോലെ ആത്മാവ് എപ്പോൾ വേണമെങ്കിൽ പോവാം. ആരെന്ത് പറഞ്ഞാലും നമ്മൾ വലിയ വലിയ വിശിഷ്ട അത് പറയുന്ന പോലെ വിജയ് സാറ് പറയുന്ന പോലെ ഉസ്പേത്തനവർക്ക് ടൊമ്മിണും കടുപ്പേത്തന കമ്മിണിരുന്ന വാഴക്ക് ചെമ്മിൽ പോവുക പറയുന്ന പോലെ ഉസ്പേത്തനവർക്ക് ടൊമ്മിണും കടുപ്പേത്തന കമ്മിണിരുന്ന വാഴക്ക് ചെമ്മെന്ന് പോവുക. കളിയാക്കണവരെന്ത് പറഞ്ഞാലും നമ്മൾ മിണ്ടാതിരിക്കുക, കുറ്റം പറയുന്നവരെന്ത് പറഞ്ഞാലും മിണ്ടാണ്ടിരിക്കുക. അതാണ് വിജയണ്ണം പറയുന്നത്. ഇത് ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ പറഞ്ഞാണ്. അത് കൊള്ളാം, ഒന്നുകൂടെ അത് പറയാമോ? ഉസ്പേത്തന്നെ അവർക്ക് ടൊമ്മിണ്ണും കടുപ്പേത്തന്നെ കമ്മിണിരുന്ന വാഴക്ക് ചെമ്മെന്ന് പോവാ. പിന്നെ വിജയ് സാർ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നൻപാ നൻബീസ് ഈസിയായി ജയിക്കുന്നത് വെട്ടിയല്ലേ, ഏത് ജയിക്ക മുടിയാത്ത മുറിച്ചു കൊണ്ടത് വെട്ടിന്ന് വിജയ് സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, കിരിയെടുത്ത് എവിടെ വേണമെങ്കിൽ കണവറുക്കലാം, ആണെന്താ കണം തലയ്ക്ക് ഇരിക്കക്കൂടാതെന്ന് വിജയ് സാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരിനെ പോലെ ആകണം ഇവരിനെ പോലെ ആകണം പറഞ്ഞു, അത് വേണ്ട, അതിന് അവരല്ലേ, നമ്മളായിട്ടേ ജീവിക്കുക, നമ്മളായിട്ടേ പോവുക. അങ്ങനെയാണ്. വിവാഹം കഴിച്ചോ? ഇല്ല. ആരാധികമാരിൽ നിന്നൊക്കെ പ്രണയലേഖനങ്ങളൊക്കെ വരാറുണ്ട്? ഇല്ല. നമ്മൾ വീട്ടിലൊക്കെ നോക്കി എല്ലാവരും കൂടെ ഉള്ളതാണ്. നമുക്കൊരു സാധാരണ കുടുംബത്തിൽ ഒരു മതി. ഇപ്പൊ പരിപാടികളുണ്ട്, പ്രോഗ്രാമുകൾ, പ്രസംഗങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ ഇപ്പോൾ. ഏതോ കോളേജിന്റെ ഒരു പരിപാടി ഞാൻ കണ്ടു. കോളേജ് പരിപാടി അത് സാറേ, അതാണ് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ആരാണ്? ഒന്നുമല്ലാത്ത ഈ 4ാം ക്ലാസ് വരെ ഞാൻ പിന്നെയും പറഞ്ഞു, ചോർന്നൊലിക്കണ ഓലപ്പേരൻ്റെ താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങിയ ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ടായി. വലിയൊരു പടം എനിക്ക് കിട്ടിയിട്ടുണ്ടായി. ആ പടത്തിൻ്റെ ഡേറ്റൊക്കെ മാറി. ആദ്യം March 8 പറഞ്ഞ് കഴിഞ്ഞ കൊല്ലം, പിന്നെ March 7 പിന്നെ ഇവിടെ വന്നു പാൻ കാർഡൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. വലിയൊരു എമൗണ്ട്, വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ പടം. അപ്പോൾ അതൊക്കെ മാറി മരിക്കാൻ പോയൊരു ഉണ്ണിക്കണ്ണനായിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്ന്, അപ്പോൾ ദൈവം എഴുതി വെച്ച നിയോഗം, നീ അങ്ങനെയൊന്നുമല്ല, ഇളയ തലവതി വിജയണ്ണൻ്റെ പേരിൽ നീ അറിയപ്പെടുന്നതാണ് ഞാൻ എഴുതി വെച്ച എൻ്റെ നിയോഗം നടക്കണം സാറേ. ഇപ്പോൾ വിജയ് സാറിൻ്റെ കൂടെ അഭിനയിച്ചു, കൂടെ യാത്ര ചെയ്തു, പല കേരളത്തും തമിഴ്നാട് പല ഭാഷയിൽ അഭിനയിക്കുന്നുണ്ട്. അവർക്കൊന്നും കിട്ടാത്തൊരു അംഗീകാരങ്ങൾ ഇതിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ദൈവം എഴുതി വെച്ച നിയോഗമാണ്. എവിടെ പരിപാടിക്ക് എന്തിനു പോലും ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫോൺ ആയിക്കോട്ടെ, എനിക്കൊരു എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പം ഞാൻ ഒന്നുമില്ലാത്ത എനിക്കൊരു ഐഫോൺ തീറ്റാപ്പറ്റ ദിൽസിലേക്ക് യാതിലേക്കും തന്നു. 40 കിലോ കുറച്ച് 1 ലക്ഷം. മനസ്സിലായില്ല ഐഫോണ്. ഈ 4ാം ക്ലാസ് അത് കഴിഞ്ഞിട്ട് തീറ്റ പാറ്റ പറഞ്ഞിട്ടൊരു ജിമ്മിൻ്റെ ഒരു ഇതാണ്, ജിമ്മിൻ്റെ പേരാണ്. അപ്പോൾ അവർ ഒരു ഐഫോൺ വന്നു. 40 കിലോ കുറച്ച് 1 ലക്ഷം, 20 കിലോ കുറച്ച് 50,000, 15 കിലോ കുറച്ചപ്പോൾ എനിക്ക് ഐഫോൺ വന്നു. എൻ്റെ പഴയ ഫോണിൽ ക്ലാരിറ്റി അത് ഉണ്ടാകില്ല പറഞ്ഞ വിജയ് സാറിനെ കാണാൻ വേണ്ടി. അപ്പോൾ ഒന്നുമല്ലാത്ത ഈ 4ാം ക്ലാസ്സുകാരൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എല്ലാവരും വിജയണ്ണൻ എന്ത് എന്ന് ചോദിച്ചു. ഉണ്ണിക്കണ്ണൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. എല്ലാവരും പൈസ തന്നു. എന്തെങ്കിലും തന്നു. പൈസയല്ല, ഈ ഒന്നുമല്ലാത്ത ഈ ഉണ്ണിക്കണ്ണെന്നും മംഗളാമിനെ 4 ആൾ അറിയുന്നൊരിതാക്കി സിനിമ കിട്ടി എന്ന് ഉണ്ണിക്കണ്ണൻ്റെ തൊഴിൽ വിജയ് സാറിൻ്റെ കൈ വീണതും
പടങ്ങൾ കിട്ടി, ഉദ്ഘാടനം ഒന്നുമല്ലാത്ത ഈ കോളേജിൽ പോവാ, ഒരു കോളേജിൻ്റെ പടി കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ച ഉണ്ണിക്കണ്ണൻ തിരുവനന്തപുരത്താണെങ്കിലും തിരുവനന്തപുരത്താണെങ്കിലും ബാംഗ്ലൂരാണെങ്കിലും വീട്ടിനടുത്തുള്ള എല്ലാ കോളേജിലും എനിക്കിപ്പോൾ ഒരു 10ഓളം കോളേജിൽ പോകാൻ പറ്റി. അതൊക്കെ ഒരു വലിയൊരു ഇത് തന്നെയാണ്. സന്തോഷം. ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ട്? ഇല്ല സാറേ, ഇൻസ്റ്റയിലൊന്നും കിട്ടില്ല എന്നാണ്, അത് നമുക്ക് അറിയില്ല. അല്ല യൂട്യൂബിലോ? ഇല്ല, യൂട്യൂബിൽ കുറച്ച് ഇതേ ഉള്ളൂ. ആണോ? ഇൻസ്റ്റയിൽ മോണിറ്റൈസേഷൻ ഇല്ല? അത് കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പൈസയ്ക്ക് ഉതവ വേണ്ടിയിട്ടല്ല, നമ്മുടെ ഒരു ആഗ്രഹത്തിന് എല്ലാവരും വൈറലാകാൻ വേണ്ടിയിട്ടാണ് പലതും പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമ്മളത് നോക്കാതെ നമ്മൾ ദൈവത്തിനെ വിളിച്ച് നേർവഴിക്ക് പോകുക. കുറുക്ക് വഴി കൂടെ പോകരുത്, നേർവഴി കൂടെ സ്ട്രെയിറ്റായി പോവുക. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നോക്കാതെ, ആരെന്ത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും ശരി, പിന്നെ മോശം പറഞ്ഞാലും ശരി, ഒന്നും മിണ്ടാതെ നമ്മൾ നേർവഴി കൂടെ പോവുക. ദൈവം നമ്മളവിടെ എത്തി. മംഗലം ഡാമിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാമെന്ന് ആലോചിക്കാത്തത്? ഇല്ല സാറേ, രാഷ്ട്രീയമല്ല ഉണ്ണിക്കണ്ണൻ ഒരു ആർട്ടിസ്റ്റ് ആകാനാണ് ഇഷ്ടം. അല്ല, വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. എനിക്ക് വിജയണ്ണൻ നടനെയാണ് ഇഷ്ടം, രാഷ്ട്രീയത്തിൽ എനിക്ക് ഇതില്ല. അത് ഓരോരാളുടെ ഇഷ്ടം. എനിക്ക് രാഷ്ട്രീയമില്ല, സിനിമയിൽ അഭിനയിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. മലയാളത്തിലെ നടന്മാരോടൊന്നും ആരാധന അത്ര എല്ലാവരും. എനിക്ക് ഒരു വീട്ടിലിപ്പോൾ അച്ഛൻ, അമ്മ, പെങ്ങന്മാർ, പിന്നെ അളിയന്മാർ, വലിയച്ഛന്മാർ, എനിക്ക് വേർതിരിവില്ല. 5 പേരല്ലെങ്കിൽ 5 പേരിൽ നമ്മൾ വീട്ടുകാർ. എനിക്കല്ല, തമിഴ് ലാലേട്ടനാണെങ്കിൽ മമ്മൂക്ക, സുരേഷ് ഏട്ടൻ, ദിലീപ് ഏട്ടൻ, രാജു ഏട്ടൻ, പിന്നെ തെലുങ്കിൽ പ്രഭാസ് സാറ്, പിന്നെ അല്ലു അർജുൻ സാറ്, രജനി സാറ്, പിന്നെ സൂര്യ സാറ്, പിന്നെ ചിമ്പുവണ്ണൻ, ധനുഷണ്ണൻ, വിക്രമണ്ണൻ, എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. മലയാളത്താണെങ്കിൽ ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. അതിലൊരു വേർതിരിവില്ല, എല്ലാവരുടെ കൂടെ അഭിനയിക്കണം. ഇത് പലരും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു സംശയമാണ്, ചോദ്യം ചെയ്തൊന്നും കരുതലില്ല. സാർ പറയും. ഈ ചില ആളുകളെ എല്ലാവരും ഏട്ടനെന്നും ചില ആളുകളെ സാറെന്നും വിളിക്കും. ഏകദേശം ഒരേ പ്രായമുള്ളവരൊക്കെ ആയിരിക്കും എല്ലാവരും ഒക്കെ. എങ്ങനെയാണത് ചിലർ ഏട്ടനും ചിലർ സാറും ചിലർ അണ്ണനും ആവുന്നത്? അത് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഓരോ പേരിന്റെ ഒരു ഇൻറ്റോണേഷൻ. ഇപ്പോൾ ലാലേട്ടൻ എന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ അങ്ങനെ. വിജയെ വിളിക്കുന്നത് വിജയ് സാർ എന്നാണ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഏത് സിനിമയാണ് ഏറ്റവും ഇഷ്ടം? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ ഒരുവിധം എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്. തുള്ളാതെ മനം തുള്ളും, ബാക്കി എല്ലാ പടവും ഇഷ്ടമാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. മംഗലം ഡാം ഉണ്ണിക്കണ്ണൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന പേരാണ്. നിരവധി വീഡിയോകളുണ്ട്. അദ്ദേഹം വിജയിയുടെ ആരാധകൻ എന്ന രീതിയിലേറെ ശ്രദ്ധേയനാണ്. ജീവിതത്തിൽ ഈ കാണുന്ന ഉവുള്ളതെല്ലാം ഉയർവുള്ളൽ എന്ന് പറയുന്നത് പോലെ കാണുന്ന സ്വപ്നങ്ങളെല്ലാം ഏറ്റവും ഉയരത്തിൽ തന്നെയുള്ള സ്വപ്നങ്ങളാകണമെന്നും അത് നേടിയെടുക്കാൻ വേണ്ടിയാണ് പൊരുതേണ്ടതെന്നും വിശ്വസിക്കുന്ന ഈ ചെറുപ്പക്കാരനോടൊപ്പം ആദ്യ മേഖലയിലേക്ക് കം ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. ഉണ്ണിക്കണ്ണൻ കണ്ടെത്തേണ്ട വ്യക്തി തമിഴ്നാട്ടിലെ നാഗർകോവിലിൽ 1979 സെപ്റ്റംബർ 10 ആണ് ഉണ്ണിക്കണ്ണൻ കണ്ടെത്തേണ്ട വ്യക്തി ജനിച്ചത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐഡിയ തോന്നുന്നില്ല. അടുത്തത് ശരി. 2000 അഭിനയത്തിനുള്ള സ്പെഷ്യൽ ജൂറി പുരസ്കാരം ദേശീയ അവാർഡ്, നാഷണൽ അവാർഡ് നേടി. മൂന്നാമത്തെ സൂചന, 2014 ഷാർജ അന്തർദേശീയ പുസ്തകോത്സവത്തിൽ വെച്ച് ഉണ്ണിക്കണ്ണൻ കണ്ടെത്തേണ്ട വ്യക്തിയുടെ പുസ്തകം സല്ലാപം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. ഉണ്ണിക്കണ്ണൻ അറിയാവുന്ന ഒരാളിനെ കുറിച്ച് തന്നെയാണ് ഈ ചോദിക്കുന്നത്. നാലാമത്തെ സൂചന, 2014 കുച്ചിപ്പിടിക്ക് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിച്ചു. അപ്പോൾ അത് നർത്തകി കൂടിയാണ്. മനസ്സിലായോ ആരാണെന്ന്? ചെറുതായിട്ടൊരു മനസ്സിലുണ്ട്. ഉണ്ടോ? പറഞ്ഞോ. ശോഭന ചേച്ചി? അല്ല. അഞ്ചാമത്തെ സൂചന, ശരി. കേരള സംസ്ഥാനത്തിൻ്റെ സാക്ഷരതാ മിഷൻ്റെ ഒപ്പം കുടുംബശ്രീയുടെ ഓർഗാനിക് ഫാമിംഗ് പ്രോജക്റ്റിൻ്റെ ഷീ ടാക്സിയുടെ ഒക്കെ ഗുഡ് വിൽ അംബാസിഡറാണ്. മഞ്ജു ചേച്ചി. ഉറക്കെ പറയേ. മഞ്ജു വാര്യർ. മഞ്ജു ചേച്ചി ആണോ? അതെ, മഞ്ജു വാര്യരാണ്. ശരിയാണ്. മഞ്ജു വാര്യരുടെ പുസ്തകം സല്ലാപം എന്ന പുസ്തകം, ആത്മകഥാംശമുള്ള പുസ്തകം ഷാർജ അന്തർദേശീയ പുസ്തകോത്സവത്തിൽ 2014 പ്രകാശനം ചെയ്തു. മഞ്ജു വാര്യർ നാഗർകോവിലാണ് ജനിച്ചത്. കുച്ചിപ്പിടിക്ക് സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. 2000 കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ അഭിനയത്തിന്
ദേശീയ ജൂറി പുരസ്കാരം ലഭിച്ചു. അപ്പോൾ മഞ്ജു വാര്യർ ശരിയായ ഉത്തരം. അനീഷ പ്ലീസ്. അപ്പോൾ അറിയാവുന്ന ആളിനെ കുറിച്ചാണേ അല്ലേ? ഉണ്ണിക്കണ്ണൻ്റെ 4ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒന്നും ഇത് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള കാര്യമല്ല മഞ്ജു വാര്യരെ, ആണോ? മഞ്ജു വാര്യരെ അറിയാൻ എല്ലാ മലയാളിക്കും ഒരു ക്ലാസ്സും ജയിക്കണ്ട, വേണോ? അത് വേണ്ട. ഈ സോഷ്യൽ മീഡിയ പെർഫോമേഴ്സിൻ്റെ ഇടയിലും മത്സരവും ശത്രുതയൊക്കെ ഉണ്ടോ ഉണ്ണിക്കണ്ണ? തീർച്ചയായിട്ടും. അങ്ങനെ വല്ല ദുരനുഭവം ഉണ്ടോ? ഞാനിപ്പോൾ വിജയ് സാറിനെ കാണാനായിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ കുറച്ച് ആൾക്കാർ വിളിച്ച് ഭീഷണിപ്പെടുത്തും പറ്റി, അങ്ങനെ എല്ലാവിടെ ഉണ്ടാവും. ഈ ആര് ഭീഷണിപ്പെടുത്തി? കുറേ ആൾക്കാർ വിളിച്ചിട്ട് വെറുതെ നേരം പോക്കന്നെ. എന്തു പറഞ്ഞു? പകുതി വഴി തിരിച്ചു വന്നോ, പോലീസാണെന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടായി. നമ്മൾ അതൊന്നും ഇതാക്കിയില്ല. നമ്മൾ ആരെന്ത് പറഞ്ഞാലും ഞാനൊരു തെറ്റും ചെയ്യാൻ പോലും ആരിനും. അവിടെ എവിടെയെങ്കിലും അടി നടക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പുറത്തോടെ ഓടിപ്പോണ ഒരാളാണ്. പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നത് സാറേ? ഈ കോളേജിലൊക്കെ പ്രസംഗിക്കുന്നതിന് നല്ല കാശ് വാങ്ങുന്നുണ്ടോ? ഞാൻ കണക്ക് പറയില്ല. അവർ നമ്മുടെ അനിയന്മാരും അനിയത്തിമാരും നമ്മളെ സ്നേഹം കൊണ്ട് വിളിക്കുകയാണ്. അപ്പോൾ അവർ തരുന്നത് അതാണ്. എന്തൊക്കെയാണ് അവിടെ പ്രസംഗിക്കുന്ന പ്രധാന കാര്യങ്ങൾ? വിജയ് സാറിൻ്റെ ഡയലോഗ്, നനച്ച വണ്ടി, അങ്ങനത് നമ്മുടെ അനുഭവങ്ങൾ പറയും. അതൊക്കെയാണ്. എന്താ നനച്ച വണ്ടി കയറി നനച്ചെടുത്ത് പോകാൻ മുടിയത്. അതുക്കാ കൊഞ്ച നേരം ഫ്ലാറ്റ് പോകുമ്പോൾ നിൽക്കണം. അപ്പം എന്താ വണ്ടി വരും, അപ്പം എന്താ അടുത്ത് പോകാൻ മുടിയും. അപ്പോൾ പുതുതായി കാത്തിരിക്കുന്ന പ്രോജക്റ്റ് ഏത് സിനിമയാണ്? ലുക്മാൻ പടമാണ്, ലുക്കൂക്കൻ്റെ ലുക്മാൻ. പിന്നെ സിൻഡോ ചേട്ടൻ്റെ പടം, ജിബു ജേക്കബ് സാറിൻ്റെ അസിസ്റ്റൻറ്റിൻ്റെ പടം. ഇപ്പോൾ ആൾ ഡയറക്ഷൻ ചെയ്യാൻ മറ്റേ പാപ്പച്ചൊളവിലാണ് പറഞ്ഞ പടം. ആളുടെ ആ പടം കഴിഞ്ഞതാ പുഞ്ചിരിമറ്റ തെട്ടിക്കോരി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പുതിയ പടം 30-31 എനിക്ക് വേഷമുണ്ട്. 30-ാം തീയതിയാണ് പൂജ. എത്ര വയസ്സായി? എനിക്ക് 34 ആവണം. അപ്പോൾ ഇനിയൊരു കുടുംബമൊക്കെ വേണം. ആലോചനകളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ആലോചന ഇതായി. അപ്പോൾ ശരിയല്ല, ഇനിയിപ്പോൾ പയ്യെ നോക്കി തുടങ്ങണം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ശ്രീ ജോ ആൻ്റണി, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ വിചാരിച്ച പേര് അംഗീകരിക്കുന്നു. ആദ്യ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ഇന്ത്യൻ? മലയാളി? അല്ല. പുരുഷൻ? അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണ രീതിയിലാണോ മരിച്ചത്? അല്ല. മരണം സാധാരണ രീതിയിലായിരുന്നോ? കൊലപാതകമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നോ? സാധാരണ രീതിയിലായിരുന്നോ എന്നുള്ളതാണ്. അപ്പോൾ സാധാരണമായിരുന്നു. രാഷ്ട്രീയം, കല, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? തലയാട്ടിയാ പോരാ. ശരിയാണ്. രാഷ്ട്രീയം. കേന്ദ്രമന്ത്രിയായിരുന്നോ? കേന്ദ്രമന്ത്രിയായിട്ടുണ്ടോ? ഇല്ല. സൗത്ത് ഇന്ത്യൻ ആണോ? ഉണ്ണിക്കണ്ണൻ വിചാരിച്ച വ്യക്തി ജീസസ് എന്ന മലയാള ചലച്ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. സിനിമ വിട്ടൊരു കാര്യമില്ലല്ലേ ഉണ്ണിക്കണ്ണ? രാഷ്ട്രീയത്തിലെത്തിയപ്പോൾ വിളി പുരക്ഷി തലൈവി എന്നായി. ഉണ്ട്. ശ്രീമതി ജയലളിതയാണ് മനസ്സിൽ. കറക്റ്റാണ്. ജയലളിത ജയറാമെന്ന ജയലളിത 1948 ഫെബ്രുവരി 24 ജനനം. രാഷ്ട്രീയ പ്രവർത്തക, 5ാം തമിഴ്നാട് മുഖ്യമന്ത്രി, തമിഴ്നാട്ടിലെ 2ാമത്തെ വനിതാ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ തന്റെ ജനത്തെ സേവിച്ചു. AIADMKയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തമിഴ് ചലച്ചിത്ര അഭിനേത്രിയായിരുന്നു. 1984-89 കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജയലളിത മുഖ്യമന്ത്രി MGRന്റെ മരണശേഷം പാർട്ടിയിലെ അനിശ്ചിത ശക്തിയായി മാറുകയും തമിഴ്നാട് മുഖ്യമന്ത്രി പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 1972 തമിഴ്നാട് സർക്കാർ കലൈമാമണി പുരസ്കാരം നൽകി ആദരിച്ചിട്ടുണ്ട്. 1999 മദ്രാസ് സർവകലാശാല ബഹുമാന പുരസ്സരം ഡോക്ടറേറ്റ് ബിരുദം നൽകി ആദരിച്ചു. അപ്പോൾ ജയലളിതയാണ് മനസ്സിൽ വിചാരിച്ചത്. ഞാൻ നേരെ തമിഴ്നാട്ടിൽ പോകേണ്ടതാണ്. നിങ്ങൾ തമിഴ്നാട് വിട്ടൊരു കളിയില്ല.
അതെന്താണ് അറിയാം സാറേ, ഞാൻ പറയട്ടെ, ഇടയ്ക്കറി സംസാരിക്കുന്നതല്ല. ഞാൻ തമിഴ്നാട് പോയപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മുന്നും ഓഡീഷൻ പല ഓഡീഷന് മുമ്പോ 1 രൂപയ്ക്ക് ഇഡ്ഡലി കിട്ടും, 5 രൂപയ്ക്ക് പരിപ്പ് സാദം, 3 രൂപയ്ക്ക് തൈര് സാദം. അത് ഒരു 8 രൂപ കഴിച്ച് വാങ്ങിയാൽ അത് മൊത്തം കഴിക്കാൻ പറ്റില്ല. വൈകിട്ട് ചപ്പാത്തി, അത് 1 രൂപ 2 രൂപയുള്ളൂ. അത് അന്ന് തൊട്ടേ എനിക്ക് ഭയങ്കര ഇതാണ്. അപ്പോൾ പാർട്ടി ഇതുകൊണ്ടല്ല, അങ്ങനെ ഒരു ഇതാണ് കണ്ടത്. അതുകൊണ്ട് മറ്റുള്ള പാർട്ടിക്കാരും ഇഷ്ടമില്ല എന്നല്ല, എനിക്ക് പാർട്ടി എല്ലാവരും ഇഷ്ടമാണ്, ഒരു വേർതിരിവില്ല. നിങ്ങളുടെ വ്ളോഗുകൾ ഒരുപാട് പേര് കാണുന്നുണ്ട്, ഞാനും ഇനി കാണാൻ ശ്രമിക്കാം. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോമായി എടുത്ത്, ഇതൊരു വ്ളോഗിങ് പ്ലാറ്റ്ഫോമായി തന്നെ എടുത്ത്, എന്തായാലും മത്സരം കഴിഞ്ഞു പോയല്ലോ. നിങ്ങളുടെ വ്യൂവേഴ്സിനോട് നിങ്ങളുടെ വ്ളോഗ്, എന്താ വ്ളോഗിന്റെ പേര്? ഉണ്ണിക്കണ്ണൻ മംഗൾഡാം പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. ഉണ്ണിക്കണ്ണൻ മംഗൾഡാം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ, കേൾക്കട്ടെ. ഇതൊരു നിങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. ഹായ്, ഞാൻ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. ഹാപ്പി ആയിരിക്കുക, തളരാതിരിക്കുക, പുഞ്ചിരിയായിരിക്കുക. എന്തെങ്കിലും പ്രശ്നം വന്നി ഉണ്ണിക്കണ്ണൻ 4ാം ക്ലാസ്സുകാരനെ ആലോചിക്കുക. എന്ത് പ്രശ്നം വന്നാലും ചോർന്നൊലിക്കണ പോലെ പേരിന് താഴെ ചുമരും ചാരി കണ്ണ് കലങ്ങാനുള്ളതല്ല ജീവിതം. കഞ്ഞി കുടിക്കുമ്പോൾ ഉപ്പിലിട്ട മാങ്ങയായിരിക്കുക, മുളകോട് ചാലിച്ചായിരിക്കുക. താജ് ഹോട്ടലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആലോചിക്കണം. ഞാൻ ഇപ്പോൾ ഓരോ വീഡിയോ ഞാൻ ഇടുമ്പോൾ അത് ഉണ്ണിക്കണ്ണൻ മാറിപ്പോയി എന്നെല്ലാവരും ചില പറയുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ മാറിയിട്ടില്ല. ഈ 4ാം ക്ലാസ്സുകാരന് ഇളയ തലവതി വിജയണ്ണൻ്റെ തൊഴിലിൽ കൈയിട്ടപ്പോൾ ജീവിതം മാറ്റിമറിച്ച് ഇളയ തലവതി വിജയണ്ണനാണ്. അപ്പോൾ ആരും ഞാൻ ഈ വീഡിയോ ഇടുന്ന കണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്തെങ്കിലും നിങ്ങളാകണമെന്ന് ആഗ്രഹിച്ച സങ്കടം വരികയാണെങ്കിൽ കണ്ണ് കലങ്ങുക. ഇവിടെ അശ്മയത്തിൽ വരാൻ പറ്റിയതും പ്രദീപ് സാറായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റിയതും ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. ഈ 4ാം ക്ലാസ്സുകാരെന്ന് പറഞ്ഞ ഉണ്ണിക്കണ്ണൻ മംഗൾഡാം ഈ വേദിയിലിരിക്കാൻ, ഇത് ഞാൻ ഇങ്ങനെ ഇവിടെ വരണമെന്ന് പണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇവിടെ എത്തിപ്പെടുമോ, ഇത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. ദൈവം എഴുതി വെച്ച് ഈ 2025 ഇന്ന ദിവസം ഇവിടെ ഇത്ര മണിക്ക് ഇവിടെ ഇരിക്കണമെന്ന് എഴുതി വെച്ച തലയിൽ നിയോഗമാണ് സാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തിങ്കൾ മുതൽ വ്യാഴം വരെ 9:30 എല്ലാവരും പരിപാടി കാണുക, അടിച്ച് പൊളിക്കുക. സങ്കടം വന്ന കുറച്ചു നേരം സങ്കടപ്പെട്ട് പുഞ്ചിരിയായിരിക്കുക. കൈരളി ചാനലിൽ അശ്വമേധം 9:30 എല്ലാവരും കാണുക, സന്തോഷമായിരിക്കുക. ഉണ്ണിക്കണ്ണൻ മംഗളവൻ്റെ ഉമ്മ. അനീഷ വരൂ. അപ്പോൾ നല്ല വലിയ ശരീരം മാത്രമല്ല, വലിയ മനസ്സുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം. അപ്പോൾ ഈ വിജയ് കൈവച്ച തോളിൽ ഞാനൊന്ന് കൈവയ്ക്കാം. ശരി, വെച്ചോട്ടെ. ശരി. ഉണ്ണിക്കണ്ണൻ മംഗൾഡാം. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിങ്ങളിൽ പലരും ഉണ്ണിക്കണ്ണനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഉണ്ണിക്കണ്ണൻ പറഞ്ഞതുപോലെ പോസിറ്റീവായും ചിലരൊക്കെ നെഗറ്റീവായും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടാകാം. നിങ്ങളുടെ പോസിറ്റീവ് ചർച്ചകൾക്കും നിങ്ങളുടെ നെഗറ്റീവ് ചർച്ചകൾക്കും നേരെ ഉണ്ണിക്കണ്ണൻ പക്ഷേ സമദൂരമാണ്. രണ്ടിനെയും ഒരേ മനസ്സോടുകൂടി തന്നെയാണ് അല്ലേ ഉണ്ണിക്കണ്ണന് കേൾക്കാൻ കഴിയുന്നത്. പക്ഷെ ഉണ്ണിക്കണ്ണന്റെ സ്വപ്നം താജിൽ ചായ കുടിക്കുന്നതിലൊന്നും പരിമിതപ്പെടണ്ട കേട്ടോ. ഉണ്ണിക്കണ്ണന്റെ സ്വപ്നം അത് മനസ്സിൽ വന്നൊരു ആഗ്രഹമാണ്, അങ്ങനെ ആഗ്രഹിച്ച് നടക്കും. ഉണ്ണിക്കണ്ണനെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നം എന്താണ്? നാളെ ഒരു കാലത്ത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരു മനുഷ്യൻ 600-ൽ പരം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച് ഉണ്ണിക്കണ്ണനെ കാണാൻ വേണ്ടി യാത്ര ചെയ്തെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ, അതാകണം കിനാവിൽ. ഗുഡ് നൈറ്റ്. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in